ഹായ് ഓൾ. 2025 ഫെബ്രുവരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന LP ഇൻ്റർവ്യൂവിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയ്ക്ക് നമുക്ക് ഉത്തരമായിട്ട് പറയാൻ സാധിക്കുന്ന കുറച്ച് ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഉത്തരങ്ങളിൽ പകുതിയിലേറെ എൻ്റെ സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ ഒരു അപ്ലിക്കബിൾ ലെവലിലല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്കറിയാം എങ്ങനെ ചോദിച്ചാലും ഒരു ഉത്തരം മാത്രമേ ഉണ്ടാകൂ. എങ്കിൽ ഈ ഇൻ്റർവ്യൂകളിൽ മിക്കപ്പോഴും ചോദിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമായിരിക്കും. ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ആശയങ്ങളുമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ വളരെ നന്നായി ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ ഈ എൻ്റെ ഉത്തരങ്ങളോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ നല്ല മികച്ച ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിദ്യാർത്ഥി അധ്യാപക അനുപാതം. ഇന്ന് നിലവിലുള്ള വിദ്യാർത്ഥി അധ്യാപക അനുപാതം എത്രയാണ് എന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. തീർച്ചയായിട്ടും 1:30 1:30 എന്നൊരു അനുപാതമാണ് ഇപ്പോൾ നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏവർക്കും അറിയുന്നതായിരിക്കും, എങ്കിൽ പോലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കുട്ടി അഡ്മിഷന് 1ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട രേഖ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രേഖ ആധാർ കാർഡാണ്. എല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒന്നാണ് ആധാർ കാർഡ്. നമ്മൾ സ്കൂളിലേക്ക് ചേരാനായിട്ട് വരുന്നതിന് മുൻപ് തന്നെ ആധാർ എടുത്തു വെക്കണം. നിർബന്ധമായിട്ടും ബാൽ ആധാർ എന്നുള്ളത് മാറ്റി 5 വയസ്സിന് ശേഷമുള്ള സാധാ ആധാർ കാർഡ്, കുട്ടികൾക്കുള്ള ആധാർ കാർഡ് മാറ്റി എടുത്തിട്ട് അതായിരിക്കണം 1ാം ക്ലാസ്സിൽ അഡ്മിഷന് വരുമ്പോൾ പാരൻസ് കൊണ്ടുവരേണ്ടത്. മറ്റൊരു ചോദ്യം, കണക്ക് കളിയും കാര്യവും എന്നൊരു പുസ്തകം, അതിൻ്റെ റൈറ്റർ ആരാണ് ആ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കണക്ക് കളിയും കാര്യവും എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് പള്ളിയറ ശ്രീധരൻ എന്ന വ്യക്തിയാണ്. പള്ളിയറ ശ്രീധരൻ നിങ്ങളൊന്ന് മൈൻഡിൽ ആളുടെ പേരൊന്ന് നോക്കി വയ്ക്കുക. കാരണം ഒരുപാട് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് പള്ളിയറ ശ്രീധരൻ. ഗണിതം വന്ന വഴികൾ എന്നൊരു പുസ്തകം ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്, ഗണിതം വന്ന വഴികൾ. പിന്നെ ഒന്നാണ് 2-2 5 എന്നൊരു പുസ്തകം. ഇങ്ങനെ 2-3 പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് 1-2 അത് ഗണിതം വന്ന വഴികൾ, 2-2 5. അതുപോലെ ഇവിടെ ചോദിച്ച ചോദ്യം കണക്ക് കളിയും കാര്യവും, ഇതെല്ലാം തന്നെ പള്ളിയറ ശ്രീധരൻ എന്ന വ്യക്തി എഴുതിയിട്ടുള്ളതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കിനെ സംബന്ധിച്ചൊരു പുസ്തകം കണക്കിലെ കളികൾ എന്നൊരു പുസ്തകമാണ്. ഒരുപാട് നമുക്ക് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പുസ്തകങ്ങളാണ്. തീർച്ചയായിട്ടും മാത്സ് എക്സിബിഷനൊക്കെ പാറ്റേൺസ് അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മത്സരത്തിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബുക്സ് നമ്മൾ റെഫർ ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പള്ളിയറ ശ്രീധരൻ സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെയാണ് ശകുന്തള ദേവി മാഡം എഴുതിയിട്ടുള്ള കണക്കിലെ കളികൾ എന്ന പുസ്തകം. അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പുസ്തകമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക, കണക്കിലെ കളികൾ, ശകുന്തള ദേവി. മറ്റൊരു പ്രധാന ചോദ്യം, ഒരു വിദ്യാലയത്തിൽ ക്ലാസ് റൂം അന്തരീക്ഷം എങ്ങനെയാവണം, അല്ലെങ്കിൽ ആ ഒരു വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. എപ്പോഴും മികച്ച ഒരു ഭൗതിക സാഹചര്യം അല്ലെങ്കിൽ ക്ലാസ് റൂം അന്തരീക്ഷമായിരിക്കണം കുട്ടികൾക്ക് നൽകേണ്ടത്. എങ്കിൽ മാത്രമേ കുട്ടികളുടെ പാരൻസ് ആയാലും ഈ സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്തണം എന്നുള്ളൊരു തോട്ട് വരുള്ളൂ. മികച്ചതായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. പെട്ടെന്ന് ഒരു പാരന്റ് സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ
ഒരു നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷമായിരിക്കണം ആ ഒരു വിദ്യാലയത്തിൻ്റെത്. പച്ചപ്പും അതുപോലെ വേസ്റ്റ്, നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് വേണം. അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് നല്ല മികച്ച ചിത്രങ്ങൾ വരച്ച്, അതുപോലെ പാർക്ക്, ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളുകളിൽ ചേർത്തുമ്പോൾ അവരതൊക്കെ നോക്കും. അത്യാവശ്യം നല്ല പാർക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ലാബ്, അതൊക്കെ വളരെ മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്യാനും അത് നടത്തി കൊണ്ടുപോകാനും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നല്ലൊരു ലൈബ്രറി എന്നത്. തീർച്ചയായിട്ടും മികച്ച ഒരു ലൈബ്രറി ഒരുക്കി, ഒരു ക്ലാസ് റൂം അതിനായിട്ട് ഒരുക്കുക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അത് മികച്ച രീതിയിൽ ഒരുക്കി വയ്ക്കുക. ക്ലീൻ എയർ ആയിരിക്കണം. നല്ല ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരു ഒരു കൂട്ടം ടീച്ചേഴ്സ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക് നൽകുന്ന വെള്ളം. ഏറ്റവും നല്ല വെള്ളം, അതായത് ഒരു മാലിന്യങ്ങളും കലരാത്ത വെള്ളമായിരിക്കണം കുട്ടികൾക്ക് ലഭ്യമാകുന്നത് എന്ന് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ക്ലാസ് റൂം അല്ലെങ്കിൽ നല്ലൊരു സ്കൂൾ ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി പെട്ടെന്ന് പറയാം. കുട്ടികളുടെ സേഫ്റ്റി, അതുപോലെ ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, മികച്ച ഫുഡ്, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, ക്ലീൻ എയർ, ഒരുപാട് എന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യത്തിന് എങ്കിലും സ്കൂളിന് ചുറ്റും കുറച്ച് മരങ്ങൾ, അതുപോലെ നല്ലൊരു പാർക്ക്, ഇലക്ട്രിസിറ്റി, അതുപോലെ എല്ലാ കുട്ടികൾക്കും ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം, ഇതെല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ പറയാവുന്ന ഒരു ഉത്തരമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരു സ്കൂള് അട്രാക്റ്റീവായിട്ട് തോന്നുള്ളൂ, മികച്ചതായിട്ട് പാരൻസിന് തോന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന പോയിന്റ്സ് ആണ്. മറ്റൊന്ന് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. എന്താണ് തുല്യ ഭിന്നം അല്ലെങ്കിൽ സമാന ഭിന്നം എന്നാൽ എന്തെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും തുല്യ ഭിന്നം സമാന ഭിന്നം ചോദിച്ചാൽ നമുക്കതിന് എക്സാമ്പിൾ പറഞ്ഞ് തന്നെ മനസ്സിലാക്കാം. 1/2 = 2/4 = 3/6. ഇത് നമുക്കൊരു എക്സാമ്പിൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമ്പിള് നമുക്ക് ഭിന്നം തുല്യമായിട്ട് കാണിക്കുമ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. 1/2 = 2/4 = 3/6. ഇത് നമ്മൾ വെട്ടിപ്പോയാലും അവസാനം ഒരേ ഉത്തരം തന്നെ കിട്ടും. ഇത് എങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കണം, ഉത്തരം ജസ്റ്റ് പറഞ്ഞാൽ മതിയോ, അവിടെ ബോർഡിൽ എഴുതി കാണിക്കണോ, അതൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞു, തുല്യഭിന്നം സമാനഭിന്നം. നമ്മൾ എന്താണ് തുല്യഭിന്നം സമാനഭിന്നം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു കൊടുത്താൽ മതിയാകും എന്നാണ് അവർ പറഞ്ഞത്. തുടർന്ന് ഉണ്ടായ ഒരു ചോദ്യമാണ് സ്കൂൾ പ്രവേശനത്തിലെ എന്തെല്ലാം നമുക്ക് ഒരുക്കാൻ സാധിക്കുമെന്നത്. സ്കൂൾ പ്രവേശനോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് കുട്ടികളെ വരവേൽക്കാനായിട്ട് ടീച്ചേഴ്സ് ഒരുക്കി നിൽക്കുന്ന, ആ വിദ്യാലയത്തെ ഒരുക്കുന്ന ഒരു ദിവസമാണ്. മികച്ച ക്ലീനിങ്, അതുപോലെ ഡെക്കറേഷൻ, ടീച്ചേഴ്സിൻ്റെ പ്രത്യേകമായിട്ട് അവരുടെ സോങ്സോ അല്ലെങ്കിൽ വെൽക്കം ഡാൻസോ, ടീച്ചേഴ്സിൻ്റെ വക ഒരു ഡാൻസ്, അതുപോലെ ആ സ്കൂളിൽ തന്നെ മറ്റു കുട്ടികളുടെ കലാപരിപാടികൾ, സ്വീറ്റ്സ്, അതുപോലെ ചെറിയ ഗിഫ്റ്റ് പാക്കറ്റുകൾ, ഇതൊക്കെ വിതരണം ചെയ്ത് അവരെ വെൽക്കം ചെയ്യാവുന്നതാണ്. ഇതെല്ലാമാണ് പെട്ടെന്ന് സ്കൂൾ പ്രവേശനത്തിൽ നമുക്ക്. അതുപോലെ തന്നെ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമുക്കൊരു ചതുരത്തിലൊരു ബോർഡല്ല, അതൊരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് നിൽക്കാം. സ്കൂളിൻ്റെ പേരൊക്കെ മുകളിൽ എഴുതി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഐ ലവ് മൈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു, നമ്മുടെ സ്കൂളിൻ്റെ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തായിട്ട് അത്തരം ഒരു ബോർഡൊക്കെ സ്ഥാപിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിലൊക്കെ ഉൾപ്പെടുന്ന സംഭവങ്ങളാണ്. സ്പെസിഫൈ ഒന്ന് ഞാൻ ചെയ്തു എന്ന് മാത്രം.
അങ്ങനെ ഒരെണ്ണം സാധാരണയായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. ഞങ്ങൾക്ക് അതോടുകൂടി ഏതെല്ലാം പുതിയ ഐഡിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. സ്കൂൾ പ്രവേശന ദിനത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് പുതിയതായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. മറ്റൊരു പ്രധാന ചോദ്യം ചോദിച്ചത് ശിശുദിനത്തിൽ ടീച്ചറിനോട് ഒരു പ്രസംഗം പറയാൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു പ്രസംഗം പറയുമെന്ന് ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ശിശുദിനത്തിൻ്റെ പ്രാധാന്യം, ചാച്ചാജിനെ പറ്റിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 5-6 വരി ഒരു പ്രസംഗം നമുക്കറിയുന്ന പോലെ. ഒരുപാട് വലിച്ചു നീട്ടലുകളൊന്നും അവർ അതിനുള്ള സമയമൊന്നും തരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു 4-5 ലൈൻ അത് പറയുന്നത്, അത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ലൈൻസ് ആ സമയത്ത് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഗ്രീൻ പ്രോട്ടോക്കോളിനെ പറ്റിയിട്ട്. എന്താണ് ഗ്രീൻ പ്രോട്ടോക്കോൾ, അതെങ്ങനെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വിദ്യാലയത്തിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നിർബന്ധമാണ്. തീർച്ചയായിട്ടും മികച്ച രീതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്യുക, പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പകരം സ്റ്റീൽ ബോട്ടിൽസ് യൂസ് ചെയ്യുക, ജലവിനിയോഗം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരിക്കുക. അതായത് ജലം ഒരു പ്രത്യേക രീതിയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നൽകിയതിന് ശേഷവും അത് ചെടികൾക്കും മറ്റും തിരിച്ചുവിടാൻ ആവശ്യമായ രീതിയിലുള്ളൊരു ഫങ്ഷനിങ്, ഒരു മെത്തേഡൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലേക്കൊക്കെ കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ അത് തിരിച്ചുവിടാൻ, അപ്പോൾ നമുക്ക് വെള്ളം വേറെ വേസ്റ്റ് ആവുന്നില്ല. ഈ കുട്ടികൾ കൈ കഴുകുന്ന വെള്ളം തന്നെ നമ്മുടെ ചെടികൾക്കും സ്കൂളിലുള്ള ചെടികൾക്കൊക്കെ നൽകാൻ ആവശ്യമായിട്ടുള്ളൊരു സെറ്റപ്പ് നമ്മൾ അതിൻ്റെ ആവശ്യമായൊരു നിർമ്മാണങ്ങളൊക്കെ ചെയ്താൽ അത് വളരെ എഫക്റ്റീവായിരിക്കും. അതുപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണം ചെയ്യേണ്ടതുണ്ട്. സ്കൂളുകളിൽ ഒരിക്കലും താഴെ പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ മിഠായി കടലാസുകളോ ഇതൊന്നും തന്നെ പാടില്ല. അപ്പം നമുക്കറിയാം ഇത്തരത്തിൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്കൂളുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള മുൻകരുതലുകൾ നമുക്ക് പ്രത്യേകമായിട്ട് പറയാവുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും 1-2 വേസ്റ്റ് കൊട്ടകൾ, വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെച്ച് നമുക്ക് കാണാം. അതൊരെണ്ണം എപ്പോഴും നമ്മുടെ പേപ്പറുകൾ, പെൻസിലിൻ്റെ മോന കുട്ടികൾ ചെത്തിയത്, അത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ ക്ലാസ് ക്ലീൻ ചെയ്തിട്ടിടാവുന്നത്, ഇതൊക്കെ ഒരു ബോക്സിലാണെങ്കിൽ മറ്റൊരു ബോക്സിലല്ല, എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റേത് മാത്രമായിട്ട് നമ്മൾ ഒരു ബോക്സിൽ ഇടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതെല്ലാം ശേഖരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടിവെക്കുകയും അതിന് അവിടെ നിന്ന് ഹരിതസേന അങ്ങനെയുള്ള ആളുകൾ വന്ന് അവിടെ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കിനെ, അതുപോലെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കുക എന്നതും നമുക്ക് ഭൂമിക്കും നമ്മുടെ മനുഷ്യനും എല്ലാം ദൂഷ്യം ചെയ്യാത്ത തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗവും, ഇതാണ് ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഊർജ്ജ സംരക്ഷണം, മാലിന്യ സംസ്കരണം, മികച്ച രീതിയിലുള്ള ജലവിനിയോഗം, ഇതെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും 3-4 പോയിന്റ്സ് പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു ചോദ്യമാണ്, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ചോദ്യമാണിത്. സചിത്ര പുസ്തകം, അതുപോലെ സംയുക്ത ഡയറി, ഇതിനെ പറ്റിയിട്ട്. സചിത്ര പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലുമാണ് സാധാരണയായിട്ട് സചിത്ര പുസ്തകം. കഴിഞ്ഞ അക്കാദമിക് ഇയറോട് കൂടിയിട്ടാണ് ഈ സചിത്ര പുസ്തകം എന്ന് പറയുന്ന ഒരു സംഭവം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു പാഠഭാഗം എടുക്കുമ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ അത് ഒട്ടിക്കുകയോ ചെയ്യാം. ഒപ്പം അതുമായി ബന്ധപ്പെട്ട വേർഡ്സ് അതിൽ ഉൾപ്പെടുത്താനായിട്ട്, ആ ചിത്രത്തോടൊപ്പം എഴുതാനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം.
അത് ഓരോ കുട്ടികളുടെയും വ്യത്യസ്തമായിരിക്കും. ഒരു യൂണിറ്റിനോടനുബന്ധിച്ച് അതിൽ പറയുന്ന ആശയങ്ങൾ, അതിലെ ചിത്രങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ സചിത്ര പുസ്തകം തയ്യാറാക്കേണ്ടത്. മറ്റൊന്നാണ് സംയുക്ത ഡയറി എന്നത്. സംയുക്ത ഡയറി എന്നത് തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. 1-2 ക്ലാസ്സുകളിൽ തന്നെയാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഡയറി എഴുതാന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ പെട്ടെന്ന് അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് തോന്നും. ശരിയാണ്, പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ആർക്കും തന്നെ ഡയറി എഴുതാനായിട്ട് പരിചയമുള്ള കുട്ടികളായിരിക്കില്ല. എങ്കിലും ഡെയിലി തുടർച്ചയായിട്ട് അവർ എഴുതുന്നത് വഴി ആ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി തീർച്ചയായിട്ടും മികച്ച രീതിയിൽ അവർക്ക് നല്ല രസകരമായിട്ട് ഡയറി എഴുതാൻ അവർ പ്രാപ്തരാകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഡയറിയിൽ ആ ഒരു ഇൻസിഡന്റ്, അവർ ഏത് ഇൻസിഡന്റ് പങ്കുവെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാനും നമ്മൾ അവസരം നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, സംയുക്ത ഡയറി എന്ന് പറയുമ്പോൾ അത് കുട്ടി ഒറ്റയ്ക്ക് എഴുതുന്നതല്ല, അവർ വീട്ടിലിരുന്ന് എഴുതുന്നു. അപ്പോൾ അവർ എഴുതുമ്പോൾ തീർച്ചയായിട്ടും തെറ്റുകളുണ്ടാവും. മലയാളത്തിൽ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ ഇവർ പെൻസിൽ കൊണ്ട് എഴുതുന്നു. തെറ്റുകൾ തിരുത്താം, അമ്മയ്ക്ക് തിരുത്താം, അത് പേന കൊണ്ട് തിരുത്തുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ ക്ലാസ് റൂമിലെത്തി ടീച്ചേഴ്സ് ഇത് പരിശോധിക്കുമ്പോൾ ടീച്ചേഴ്സിനെ അറിയാം കുട്ടിയല്ല ഇത് തന്നെ എഴുതിയത്, സംയുക്ത ഡയറിയാണ്, സംയുക്തമായിട്ട് എഴുതേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ അങ്ങനെ എഴുതാനാണ് അവരോട് ആവശ്യപ്പെടുന്നത്. കുട്ടികൾ എഴുതുന്നതും കുട്ടികളുടെ തെറ്റുകൾ അമ്മമാർ പേന കൊണ്ട് തിരുത്തുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് വളരെ രസകരമായിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം കൊച്ചു കൊച്ചു ചിത്രങ്ങളും അതിൽ ഉൾപ്പെടുത്തും. അത് വരയ്ക്കുന്ന ചിത്രങ്ങളാണ്, ഒട്ടിക്കുന്നതല്ല. അപ്പൊ അതാണ് ഡയറി എന്ന് പറയുന്നത്, സംയുക്ത ഡയറി. സചിത്ര പുസ്തകവും വളരെ രസകരമായിട്ട് തയ്യാറാക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയറി തന്നെയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഒരു ആവശ്യപ്പെട്ട കാര്യമാണ് സചിത്ര ഡയറിയും സചിത്ര പുസ്തകവും സംയുക്ത ഡയറിയും. അതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, ശിശുദിന പ്രസംഗം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഭിന്നം. എന്താണ് തുല്യ ഭിന്നം എന്നത്? ക്ലാസ് റൂം അന്തരീക്ഷം, അതുപോലെ തന്നെ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രേഖ ഏതാണ്? അതുപോലെ കുട്ടികളുടെയും അധ്യാപകരുടെയും അനുപാതം എത്രയാണ്? ഇത്രയെല്ലാം ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും മികച്ച ഉത്തരങ്ങൾ നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.